ഇല്ലില്ല അങ്ങനെ പോകല്ലേ, അത് ഞാൻ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവിടെയൊക്കെ പോയി ഒരു പഴംപൊരിയായിട്ട് വന്നു. എന്നിട്ട് ഇതൊന്ന് കൊടുത്തേ. അപ്പൊ ഞാൻ സാർ മോനെ എന്തിനാ പറഞ്ഞേ അത് വേണോ? അപ്പൊ അതിനുവേണ്ട എല്ലാം കൊടുക്ക് പറഞ്ഞിട്ട് അത് തന്നു. സത്യൻ സാർ തന്നു. കഴിഞ്ഞ എൻ്റെ ഒരാഴ്ചയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ അടുത്താണ്. അപ്പോ അത് തരുന്നൊരു ഹൈ ഉണ്ട്. നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം സർപ്രൈസ് പാക്കേജ് പോലെ, അതായത് ഒട്ടും ഫിറ്റ് അല്ലാത്തൊരു സ്ഥലത്ത്, രാജഭവലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇത് എത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ അതെന്ത് കോമ്പിനേഷൻ. തൊട്ടപ്പുറത്തൊരു LP സ്കൂളുണ്ട്. ഡെയിലി രാവിലെ ഞാൻ അമൽ ഡേവ്സ് അല്ലെങ്കിൽ പ്രേമലു ഒരു ഓട്ടോയില് ഒരു 20 പിള്ളേര് 10 പിള്ളേരോളം പോയിട്ട് ആ വിളി കേട്ടിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും, ഞാൻ മുറ്റത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അമൽ ഡേവ്സേ. ഇത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ ഏതോ ഒരു ഈ ചെറിയിലൊക്കെ ഉണ്ടാക്കുന്നത് ഇവളാണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെയും എൻ്റെ കുറെ ഫോട്ടോസ് ഇട്ട് ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഭാര്യ നോക്കിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് തെറിയല്ല, കോമഡിയാ. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. പക്ഷെ ഇവൾക്ക് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇവള് നോക്കുമ്പോ മറ്റേതാ ഉത്തരം. പിന്നെ ഞങ്ങള് ഭർത്താവിന് ആക്സിഡന്റ് പറ്റുമ്പോ കിണറ്റിലിടാറുള്ള പതിവ്. ഈ സാധനങ്ങളുടെ ഒരു കുത്തൊഴുക്ക. ലൈഫില് ഈ സിനിമാറ്റിക് ജേർണി എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ലൈഫ് എടുത്താലും അതിലൊരു സിനിമാറ്റിക് എലിമെന്റ് ഉണ്ട്. നമ്മൾ അച്ചീവ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നതിൽ എത്തിപ്പെടുന്നതായിരിക്കാം, അതിൽ ട്വിസ്റ്റുകൾ വരാം, മാറി മറിഞ്ഞ് എല്ലാം സംഭവിക്കാം. സംഗീതിന്റെ പണ്ട് മുതലുള്ള ഒരു ഇന്റർവ്യൂല് സംഗീതിന് ഈ കഥകളൊക്കെ പണ്ട് സ്കൂളിൽ അടി ഉണ്ടാക്കിയിരുന്ന, ഇതിലൊക്കെ ഹൈ കിട്ടിയിരുന്ന, ഫ്രണ്ട്സ് എന്നുള്ളത് ഭയങ്കര കോറായി നിന്നിരുന്ന മനുഷ്യനെന്ന് കേട്ടിട്ടുണ്ട്. ഈ ലോങ് ജേർണിയില് ഇപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും പ്രേമലുവിലെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി പറയുന്നു, റൊമാൻസിലെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി പറയുന്നു. ഈ കരിയർ വൈസ് ഉള്ള ജേണി, ഈ ലൈഫിന്റെ ജേണി, ഇതിൽ ഈ ഫ്രണ്ട്ഷിപ്പ് അത് എത്രമാത്രം സിനിമാറ്റിക് ശരിക്കും റിയൽ ലൈഫിൽ? ഫ്രണ്ട്ഷിപ്പാണ് ഡ്രൈവ് ചെയ്യണത്. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഞാൻ റിലേഷൻഷിപ്പ് എന്നൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അതിപ്പോൾ പാരൻസ് ആണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരാണെങ്കിലും, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫ്രാങ്ക്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാഷൻ ഇല്ല എന്നുള്ളതല്ല, ബട്ട് പാഷനേക്കാൾ ഞാൻ ആക്ടിങ്ങിൽ സ്റ്റിക്ക് ചെയ്യാനും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇപ്പോൾ ടുഡേ ഞാൻ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആൾക്കാർ തരുന്ന സ്നേഹമാണ്. ഈ ഐ തിങ്ക് പാഷനേക്കാൾ ഞാൻ ക്രേവ് ചെയ്യുന്നത് ലവ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളുകളുടെ സ്നേഹം, ആ സന്തോഷം കാണുമ്പോൾ, നമ്മൾ കാരണം ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഉള്ള ഹൈ ആണ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ സിമിലർലി തന്നെയാണ് റിലേഷൻഷിപ്പുകളും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകൾ, നമ്മുടെ അച്ഛനമ്മ, ഇവരോടൊക്കെ ഉള്ള സ്നേഹം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ഞാൻ പറയണ എനിക്ക് സിനിമയും എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഇപ്പൊ എല്ലാവരും പറയും സിനിമ ഇസ് മൈ എവറിത്തിങ് എന്നുള്ളത്. പക്ഷെ എനിക്ക് അതിനേക്കാൾ കുറച്ച് മുകളിൽ റിലേഷൻഷിപ്പുകൾ തന്നെയാണ്. അതിന് ശേഷമാണ് സിനിമ വരുന്നത്. അത് ഞാൻ ഒട്ടും ഡിസ്റെസ്പെക്ട്ഫുൾ പറയണല്ല, ബട്ട് അത് വേണം. കാരണം ചിലപ്പോ നല്ല എന്തായാലും നമുക്ക് അങ്ങടേക്ക് തിരിച്ചു പോകേണ്ടി വരും. അല്ല, ഈ റിലേഷൻഷിപ്പ് പറയുമ്പോഴേ ഈ സംഗീതിന്റെ പാർട്ട്ണറും സംഗീതും ഈ പറഞ്ഞ ആക്സിഡന്റിന് ശേഷമുള്ള അത് ഭയങ്കര ക്രൈസിസ് ഫേസ് ആണ്. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും? ഫിസിക്കലി ഇഞ്ചേർഡ് ആവുന്ന പോയിന്റ് ഇത് പുറത്ത് കടക്കണം, ഈ പറഞ്ഞ സോ കോൾ ഹാപ്പി ഇതിലോട്ട് തിരിച്ചെത്തണം, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ആ ടൈം നിങ്ങൾ ഒരുമിച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റുകള്, നിങ്ങൾ ആ ഒരു ടൈം ഭയങ്കര ബാലൻസ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു ടൈം എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഡൈനാമിക്സ്? ഞാൻ ആക്ച്വലി ഭയങ്കര ഈ നേരത്തെ പറഞ്ഞ ഇൻസെക്യൂരിറ്റിയുടെ പീക്കിലിരിക്കുന്ന സമയം, അതായത് പ്രേമലുവിന്റെ സക്സസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഡിപ്പ് ഉണ്ടല്ലോ നമ്മളുടെ, ഇനി എന്താണ് അടുത്തതെന്ന് പറയുന്ന എനിക്ക് വന്ന 1-2 കുറച്ച് വലിയ പ്രൊജക്ടുകൾ ഞാൻ പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ ക്യാരക്ടറുടെ എനിക്ക് ഉള്ള ഡൗട്ടുകൾ കൊണ്ടൊക്കെ വിടേണ്ടി വരുന്നു. അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതിന് അത് വേണമായിരുന്നെന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് ഡൗട്ട്ഫുൾ ആവും. അല്ലെങ്കിൽ എനിക്കൊരു കൺവിക്ഷനിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വന്ന് ഞാൻ ഇൻസെക്യൂരിറ്റിയിൽ ഇരുന്ന് ഇതാണ് അടുത്തത്, ഈ മാസം കഴിഞ്ഞ അടുത്ത പരിപാടി, അത് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഒരു ആക്സിഡന്റ് വരുന്നത്. എല്ലാം മാറണേ. പ്രേമലു അപ്സൈഡ് ഡൗൺ ആക്കിയ പോലെ തന്നെ നമ്മുടെ അതുപോലെയുള്ള എല്ലാ പ്ലാനുകളും മാറ്റണം. അപ്പോൾ എൻ്റെ അടുത്ത് ശ്യാം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ സമയത്ത് ഞാൻ കുറെ ഫിലോസഫിക്കൽ പോസ്റ്റ് സ്റ്റോറി ഇടുമായിരുന്നു. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ
ഒരു രക്ഷയില്ലാന്ന് ചോദിച്ചിരിക്കുമ്പോ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഒരു പോസ്റ്റ് കാണുമ്പോ കുഴപ്പമില്ല, രക്ഷയുണ്ടായിരിക്കും ആ തോന്നല, അല്ലാതെ ഫിലോസഫിക്കൽ ആവുന്നതല്ല. അപ്പോ അതിലേറ്റവും കൂടുതൽ അവള് ഉണ്ടായിരുന്നു, വൈഫ് കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മുടെ കൂടെ. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ ഏതോ ഒരു ഈ ഇൻസ്റ്ററിയിലൊക്കെ ഉണ്ടാക്കുന്ന ഇവളാണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെയും എൻ്റെ കുറെ ഫോട്ടോസ് ഇട്ട് ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഭാര്യ നോക്കിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് തെറിയല്ല, കോമഡിയാ. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. പക്ഷെ ഇവൾക്ക് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇവള് നോക്കുമ്പോ മറ്റേതാ ഉത്തരം. പിന്നെ ഞങ്ങള് ഭർത്താവിന് ആക്സിഡന്റ് പറ്റുമ്പോ കിണറ്റിലിടാറുള്ള പതിവ് ഈ സാധനങ്ങളുടെ ഒരു കുത്തൊഴുക്ക. അപ്പൊ ആള് പക്ഷെ എടുത്തിട്ടുള്ള സ്ട്രഗിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും കരിയർ വൈസ് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുക. അവള് ആ സ്റ്റാർട്ടിങ്ങിൽ ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വരിക, 1 മാസം വലിയൊരു ലീവ് എടുക്കേണ്ടി വരിക. ഫുൾ ടൈം എൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഒരു ഷോൾഡർ ആയിരുന്നു, ആക്ച്വലി ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു മൊത്തത്തിൽ അവള് മാത്രമല്ല, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ കുഞ്ഞുനാൾ തുടങ്ങി ഇവര്. അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ സിനിമാറ്റോഗ്രാഫറും ആയിരുന്നു. അപ്പൊ ഇവര് പല രീതിയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ എന്നെ പഠിത്തത്തിലായിരുന്നില്ല എന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. എൻ്റെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ മിമിക്രി, മോണോ ആക്ട്, ഡാൻസ്, ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കുഞ്ഞുനാളോട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പൊ അച്ഛൻ്റെ ഒരു കംപ്ലീഷൻ പോലെ കാണുന്നു. അമ്മ കുഞ്ഞുനാളിൽ ഞാൻ എന്നെ മറ്റേ എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മയാണെന്ന് പറയുന്ന പോലെ, ഫസ്റ്റ് എൻ്റെ ഡയറക്ടർ അമ്മയാണ്, അതിലെല്ലാം പറയുന്ന പോലെ അമ്മ അപ്പൊ അതൊക്കെ അമ്മ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണുന്നു എന്ന് പറയുന്ന ഒരു അവരുടെ മറ്റേ ലൈഫ് ഗോൾസ് അവരുടെ പച്ചട്ടിക്ക് കഴിഞ്ഞു. ഈ ഇതെല്ലാം പറയുമ്പോഴേ എനിക്ക് തോന്നി അച്ചീവ്മെന്റ് പോർഷനിലെ ഏറ്റവും ഒരു സിനിമ ആഗ്രഹിക്കുന്ന, സിനിമയിൽ വണ്ടർ കാണുന്ന ഒരാളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണെന്ന് തോന്നുന്നു ഈ സ്ക്രീനിൽ പേര് കാണുന്നത്. ഒരു ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന പത്രോസിൽ അവിടെ മുന്നേ അസിസ്റ്റ് ചെയ്യുന്നിടത്ത് സ്ക്രീനിൽ പേര് കാണുന്നതും ഈ സ്ക്രീനിൽ സ്വയം പെർഫോം ചെയ്യുന്നത് കാണുന്നതും വ്യത്യാസം. ആ മൊമെന്റ് എങ്ങനെ ശരിക്കും ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ പേര് ഒരു സെക്കൻഡിൽ തീരും, ഇത് നമ്മളെ കണ്ടുകൊണ്ടേ. ഈ പറഞ്ഞ പോലെ മറ്റേത് ഭയങ്കര പേഴ്സണലാ. സ്ക്രീനിൽ പേര് വരുമ്പോ എനിക്ക് തോന്നുന്നത് ഞാനോ എന്റെ ചുറ്റിലുള്ള ഒരു 3-4 പേരോ ആയിരിക്കും സന്തോഷിക്കുന്നത്. ഇത് നമ്മൾ കാരണം ഒരുപാട് പേര് തിയേറ്ററിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതും അവർ എക്സൈറ്റഡ് ആവുന്നതും അവര് ഇമോഷണൽ ആവുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഉറപ്പായിട്ടും മറ്റേതിനേക്കാൾ കൂടുതൽ ഹൈ ഇതിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു റീസൺ കണക്റ്റഡ് ടു പീപ്പിൾ ആണ്. മറ്റുള്ളവർ റിസീവ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല എന്നെ ഹാപ്പി ആക്കുന്നത്. ഇത് എങ്ങനെയാണ് വേറൊരാൾക്ക് ഒരു കൊച്ചുകുട്ടി വന്ന് നമ്മളടുത്ത് നമ്മൾ ഡേവ്സ് എന്ന് വിളിക്കുമ്പോ കിട്ടുന്ന ആ സന്തോഷം, ആ കൊച്ചിന്റെ ഹാപ്പിനെസിന്റെ സന്തോഷമാണ് നമ്മുടെ ഹൈ. ഞാനെന്തോ അച്ചീവ് ചെയ്തെന്നുള്ളതല്ല എനിക്ക് കിട്ടി. അതെനിക്ക് പക്ഷെ എഡിറ്റിങ്ങിലൊക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടിയിരുന്നു. ഞാനിപ്പോ ഒരു പടം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോ ആരും എന്നെ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ഭയങ്കര ഹൈ ആയിരുന്നു. കഴിഞ്ഞിറങ്ങുമ്പോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, എന്റെ പടങ്ങളിലൊക്കെ ഹൈ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിനേക്കാൾ അതൊക്കെ മാറി. ഈ ഇത് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഈ ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യുന്നു ഈ ക്യാരക്ടേഴ്സിലെല്ലാം. അത് ഈ പറഞ്ഞ റൂട്ടഡ് ആയിട്ടുള്ള മൊമെന്റുകളാണ് സൃഷ്ടിക്കാൻ നോക്കുന്നത്. ഈ ക്യാരക്ടർ റിലേഷൻഷിപ്പുകൾക്കുള്ളിലാണ് ഹ്യൂമറൊക്കെ വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ വർക്കാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പലതും വർക്കാവാതെ പോവാം. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തടുത്ത് അൺഎക്സ്പെക്ടഡ് മൊമെന്റ് പോലെ കൈ കെട്ടി ചിരി ബഹളം വരാം. അങ്ങനെ റൊമാൻസിലുള്ള ഒരു കിക്ക് എന്താ ശരിക്കും? റൊമാൻസില് നോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആണ് മറ്റേ ഡയലോഗ് ചേർക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒന്ന് സ്കോർ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം ഞാൻ കണ്ടപ്പോ ഞാനിങ്ങനെ ഇതിനെന്തിന് ഇത്ര ചിരി, അതെങ്ങനെ കണക്റ്റായി. അപ്പോ ചമനാണ് ആക്ച്വലി ആ ഡയലോഗ്. ചമ പറഞ്ഞു റീൽ 5 വന്നിട്ട് ഇതാക്കുന്നതോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അവൻ പറഞ്ഞു. അപ്പോഴേക്കും മേടിച്ച പറഞ്ഞു ഇല്ലടാ അത് ചിലപ്പോ നോർമൽ ആൾക്കാർക്ക്, ചിലപ്പോ അല്ല നോർമൽ ആൾക്കാർക്ക് കണക്ട് ആവില്ല, നമുക്ക് സെക്കൻഡ് ഹാഫ് ഇടാം എന്ന് പറഞ്ഞിട്ടാണ് ആ സാധനം വെരി ലാസ്റ്റ് മൊമെന്റിലാണ് അത് ഡബിൽ കയറ്റിയതാ. അപ്പൊ അത് കിട്ടുന്നൊരു ഹൈ. പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഫസ്റ്റ് ടൈമുകളും സിനിമയില് ഓൾമോസ്റ്റ് കുറെ എനിക്ക് പേടിയുണ്ടായിരുന്ന, ഞാൻ ഒരിക്കലും
ചെയ്യില്ല എന്ന് ഉറപ്പിച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന സിനിമയിൽ കൂടിയാണ്. കാർ ഡ്രൈവിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഹെൽത്ത് ഒന്നും ഒട്ടും ടേക്ക് കെയർ ചെയ്യാറുള്ള ആളേ അല്ലായിരുന്നു. എൻ്റെ ഡ്രസ്സിങ്ങോ എൻ്റെ സ്റ്റൈലിങ്ങോ ഇതൊന്നും ഞാൻ ഒട്ടും ബോധേടല്ലാത്ത ആളായിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഫിയർ ഫാക്ടർ ആയിരുന്നു പട്ടി. പട്ടികൾ എന്ന് പറയുന്നത് പണ്ട് കുഞ്ഞുനാളിൽ അമ്മ എനിക്കൊരു സ്ലിപ്പ് തന്നിട്ട് ഒരു കടയിലല്ല, ഒരു കിലോമീറ്റർ അപ്പുറത്ത് അമ്മയുടെ പരിചയമുള്ള ഒരു ടീച്ചറിന്റെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു തന്നു. ഞാൻ വീട്ടിലേക്ക് ചെന്നു, ഒരു പട്ടിയോടെ വെറുതെ നിൽക്കുന്നുണ്ടായി. ഞാൻ എടുത്ത് ഓടി, ആ പറമ്പ് ലിറ്ററലി പറമ്പ് ചുറ്റും ഓടിച്ചിട്ടുണ്ട്. അന്ന് കിട്ടിയ ട്രോമ, പിന്നെ പട്ടിന് ഞാൻ അടുത്ത് പോവില്ല, പട്ടിയുള്ള വീട് പ്രശ്നം, ബോർഡ് കണ്ട പ്രശ്നം, ഇങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബ്രൊമാൻസിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്തിട്ടുള്ളതും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സീനായിരുന്നു ഇത്. അപ്പോൾ ഷൂട്ട് തുടങ്ങുമ്പോൾ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻസ്ഡാ. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ചെയ്തത് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും, പെർഫോമൻസ് നോക്കണം, ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഇതൊക്കെയായിരുന്നു. ഷൂട്ട് തുടങ്ങാൻ നേരത്ത് ബൊഗെയിൻ വില്ലയില് വന്ന് ചാടി വരുന്ന ബെൽജിയം, എനിക്ക് ഇപ്പോഴത്തെ പേര് പോലും വരെയൊക്കെ പറയാൻ അറിയില്ല, ബെൽജിയം മാൽനോയ്സ് ആണ് പട്ടികള്. ഇതുങ്ങൾ വരുന്നു 3 എണ്ണം. അപ്പൊ ഷോട്ട് ആദ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടി എൻ്റെ മേത്ത് നക്കുന്നു, ഒരു പട്ടി മടിയിൽ, വേറൊരു പട്ടി സൈഡിൽ. ഇതായിരുന്നു പ്ലാൻ. അപ്പൊ ഞാൻ മെന്റലി സെറ്റ്. അപ്പൊ ഇവർ വന്നിട്ട് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. പട്ടിയുടെ അടുത്ത് പോയി നിൽക്കണം, പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം, ഇത് നമ്മുടെ കൈയൊക്കെ ചിലപ്പോ ഒന്ന് നക്കും, ചിലപ്പോ ഒന്ന് കടിക്കും, ഇതൊക്കെ ഉണ്ടാവും. കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മളെ ഇരുത്തും. ഞാൻ പാനിക്ക്, ഞാൻ മറ്റേ ലെവല. ചില ടഫ് സീനുകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ ഷോർട്ടിൽ ചെയ്യാം. സംഭവം എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, റിഹേഴ്സൽ പറഞ്ഞ പാടും. അതുപോലെയാണ് പട്ടീനെ ഹാൻഡിൽ ചെയ്യുക. ഞാൻ പോണേ ഇല്ല, എന്നിട്ട് ഇവരൊക്കെ നിർബന്ധിക്കുന്നു, ഞാൻ പോകുന്നതായിട്ട് അഭിനയിക്കുന്നു, തിരിച്ചു പോരുന്നു. എന്നാൽ എന്തോ ഒരു കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമ്പോഴേക്കും ട്രെയിനർ പറഞ്ഞു 3 പട്ടികൾ ഒരുമിച്ച് പറ്റില്ല, ഒരുമിച്ച് വന്ന് ഇവര് വയലന്റ് ആവും. അപ്പോഴേക്കും ADJക്ക് അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നുള്ളൂ, അത് വേണം, എനിക്ക് അങ്ങനെ തന്നെ ഷോട്ട് വേണം, എനിക്ക് എന്റെ ഷൂട്ടിങ്ങിന് തന്നെ വേണം. അപ്പൊ അയാൾ ആണല്ലേ ചെയ്യാം. എന്നിട്ട് അയാൾ എന്നെ മാറ്റി നിർത്തിയിട്ട് ബ്രോ വേറെ ആർക്കും കുഴപ്പമില്ല, പട്ടി ചിലപ്പോ ബ്രോയ്ക്കിട്ടായിരിക്കും പണി വരുന്നത്. അപ്പൊ ഞാൻ ഇതാ പുള്ളിനോട് പറ മിണ്ടാതിരിക്കോ. ഇയാള് പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോ പുള്ളിയും പേടിച്ചു പോയി. അപ്പൊ പുള്ളി പറഞ്ഞ വേറെ ഒന്നുമല്ല, ബൊഗെയിൻ വില്ലയിൽ ഇതുപോലെ ഒരു ഷൂട്ടിന്റെ സമയത്ത് ഷറഫ് ഒന്ന് മാറിയപ്പോഴേക്കും ഒരു ഫൈറ്റ് മാസ്റ്റർ ധൈര്യം കാണിച്ച് കയറി കിടന്നു. അപ്പോഴേക്കും പട്ടി മുഖത്ത് കയറി കടിച്ചു. ഈ കഥ സത്യമാണെന്ന് പോലും എനിക്ക് അറിയണോ. ഇത് കേട്ടിട്ടാണ് ഞാൻ അതിന്റെ അടുത്തേക്ക് പോകുന്നത്. ഷോട്ട് റെഡി എന്ന് കേൾക്കുന്നത്. അപ്പോഴേക്കും എന്തോ ലാസ്റ്റ് മിനിറ്റിൽ ഓൾറെഡി ആക്സിഡന്റ് പറ്റി കഴുത്തൊടിഞ്ഞിരിക്കുന്നോണ്ട് ഇവന് കൂടുതൽ അപായം വേണ്ടെന്ന് പ്ലാൻ ചെയ്ത് ADJ പറഞ്ഞു വന്ന ഒരു പട്ടി മതി. ഈ പട്ടിനെ കൊണ്ടൊന്ന് മടിയിലിരുത്തുമ്പോ തന്നെ ഞാൻ ബാക്കിലോട്ട് വീണു, അത്ര വെയിറ്റ് ഉണ്ട്. എന്നിട്ട് ഇരുന്നിട്ടാണ് ആ സാധനം ചെയ്യുന്നത്. ഇപ്പോഴും മൈന്യൂട്ടായിട്ട് നോക്കിയാൽ എന്റെ മുഖത്ത് ആ പേടി ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ തിയേറ്ററിൽ ഇത്രയും വലിയൊരു റെസ്പോൺസ് കാണുമ്പോ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. കാരണം അത് സംഭവിക്കും നമുക്കറിയാം, പക്ഷെ ഇത് എപ്പോ വരും നമുക്കറിയില്ല. മാത്യു വന്ന് ഇവരെ വിളിച്ചോണ്ട് വരുന്ന കാണുന്ന, ഇവരെ POV കാണുന്ന അടുത്ത വിഷയില് നിങ്ങൾ ഇരിക്കുന്നതാണല്ലോ. ഇനി ഇവരുടെ ഒരു റീലുകളായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ അപ്പം ആ സാധനം അതിൽ ഏറ്റവും വലിയ ഇത്. അപ്പൊ അതിനോടാണ് ഞാൻ മറ്റേ നമ്മുടെ പൊന്നാര സാധനം കൂടി സാധനം. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത്രയും മൊമെന്റുകൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര രസമുള്ള റിയൽ ലൈഫിലെ ഒരു മൊമെന്റ് ആണ് ഈ സ്റ്റേറ്റ് അവാർഡ് അച്ചീവ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലായിരിക്കാം. പിന്നെ ആസ് യൂഷ്വൽ ഒരു സിനിഫൈ എന്ന രീതിയിൽ എല്ലാവരും സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളിത് ആർക്കൊക്കെയാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുന്ന മൊമെന്റ് ഉണ്ടാവാം. ശരിക്കും ഇത് എപ്പോഴാണ് അറിയുന്നത്, എവിടെ വെച്ചായിരുന്നു? ഞാൻ ആക്ച്വലി ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയ പെയിൻ ചെറുതൊന്നുമല്ല. എനിക്കാണെങ്കിലും ഡയറക്ടറിനാണെങ്കിലും ഷേർഷയ്ക്കാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ഭയങ്കര 2 വർഷത്തോളമൊക്കെ എഫേർട്ട് ഇട്ട് തിയേറ്ററിലേക്ക് എത്തി. അതാണ് ഡേ. ആ ഡേയിൽ പ്രേക്ഷകർ എന്ത് പറയുന്നോ അത് മാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യുന്നത്. ഞങ്ങൾ ആ സിനിമ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു OTT സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഇതൊരു തിയേറ്റർ സിനിമ ആക്കണം എന്നുള്ളൊരു പ്രഷർ വരുന്നു. അപ്പൊ നമ്മൾ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ടോട്ടലി ഒരു സ്ക്രീൻ പ്ലേ ചേഞ്ച് ആയിരുന്നു. അങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ വളരെ സാധാരണമായിട്ടുള്ള ഒരു സ്ലോ പേസ്ഡ് സിനിമ ആയിരുന്നു അത്. അതിനെ കുറെ തട്ടിക്കൂട്ടുകൾ, കുറെ എക്സ്ട്രാ നമ്മൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടും യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമ ഉണ്ടായത്. അതിലൊരു പകുതി വിഷ്വൽസ് ഒരു കോപ്പി റൈറ്റും ഇല്ലാണ്ട് നമ്മള് ഗൂഗിളിൽ നിന്ന് എടുത്തതാന്ന് പറയാം. സ്റ്റോക്കും ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്തതാണ്.
അപ്പോൾ ആ സിനിമ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ആണെന്ന് വിശ്വസിച്ച് നമ്മൾ ഇറക്കിയിട്ട് തിയേറ്ററിൽ അത്ര ആക്സെപ്റ്റൻസ് കിട്ടാതെ ആകുമ്പോഴേക്കും എല്ലാവരും എൻ്റെ എഡിറ്റിങ്ങിനെ ആ സമയത്ത് പറഞ്ഞെങ്കിലും എനിക്ക് ഒരു രീതിയിൽ ഹാപ്പിനെസ് ഉണ്ടായില്ല. ബിക്കോസ് ഇത് തിയേറ്ററിൽ എത്ര ആൾക്കാർ കാണുന്നോ, എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നോ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് റിവ്യൂവറൊക്കെ പറഞ്ഞത് ഇപ്പം എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ബട്ട് കാൺ സേവ് ദ മൂവി എന്തോ പറഞ്ഞു. അപ്പൊ നമ്മൾക്കത് ഒരു രീതിയിൽ നമ്മളുടെ ഒരു വർക്കല്ല. ഞാൻ റൊമാൻസിലും പറയുമായിരുന്നു, ഞാൻ വർക്കായിട്ട് കാര്യമില്ല, എനിക്ക് സിനിമ വർക്കായിട്ട് ആ സിനിമയിലെ നമ്മളുടെ കോൺട്രിബ്യൂഷൻ വർക്കായാലേ കാര്യമുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ വിട്ടു. ഞാനപ്പോ സാധാരണ കഴിഞ്ഞ ഒരു 5 വർഷം 6 വർഷം 7 വർഷമൊക്കെ ആയിട്ട് എല്ലാ തവണയും ഇത് കാണും, സ്റ്റേറ്റ് അവാർഡ് കാണും. അപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് സ്ഥിരമായിട്ട് ഞാനും വൈഫും ഈ പറഞ്ഞ നേരത്തെ മൊമെന്റ്സിന്റെ പാർട്ടായിരുന്നു ലുഡോ കളി. ഞങ്ങള് ലുഡോ ഒക്കെ കളിച്ച് അന്നത്തെ ദിവസം ഞാനിത് മിസ്സായി എനിക്കറിയാം 11 മണിക്കാണെന്നൊക്കെ അറിയാം. അന്ന് തന്നെയായിരുന്നു നാഷണൽ അവാർഡ്. ഞാനും അച്ഛനും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ടൈം മിസ്സായി. അപ്പോഴേക്കും ഞങ്ങളുടെ ബ്രോമാൻസിന്റെ റൈറ്റർ തോമസാണ് വിളിക്കുന്നത്. തോമസ് വിളിച്ചിട്ട് പറയാ നിനക്ക് സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾ തമ്മിൽ മറ്റേ കൊണേടി ഉണ്ട്, പോടാ ആടാ എന്ന് പറഞ്ഞ് ഞാൻ ഫോണിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്റെ കട്ടായിട്ട് നമുക്ക് തോന്നുന്നത് പ്രേമലു എന്ന് പറഞ്ഞ മൂവിക്ക് എന്തെങ്കിലും സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ എനിക്കിനിപ്പോ മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ല സഹനടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നൊക്കെ പോകുന്നുള്ളൂ. ലിറ്റിൽ മിസ് റാവുത്തർ ഇല്ല, മറ്റേ ചിന്തകളിൽ ഫാർ അവേ പോലും ഇല്ല. അപ്പോഴാണ് ഞാൻ ഇവനോട് തന്നെ ചോദിച്ചാൽ എന്തിനാന്ന്. അപ്പൊ ഇവൻ തന്നെ ഒരാടാ എഡിറ്റിങ്ങിനാണ് ലിറ്റിൽ മിസ് റാവുത്തറിനാന്ന് പറഞ്ഞ്. ഞാൻ ആക്ച്വലി റെസ്റ്റാ, കിടപ്പാണ്, ജസ്റ്റ് ഒന്ന് ഇരിക്കും. ഞാൻ അന്ന് എല്ലാം വിട്ട് അറിയാണ്ട് ഇറങ്ങി താഴോട്ട് ഓടി അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയാൻ വേണ്ടി. ഞാൻ ചെന്ന് പറഞ്ഞു, അപ്പൊ അമ്മ താഴെ തുടച്ചോണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ ആക്സിഡന്റ് പറ്റി ഞാൻ നോക്കുമ്പോ അമ്മ ഇറങ്ങി മറ്റേ സിനിമാറ്റിക്കലി ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഓടി തന്നെ. അപ്പൊ അമ്മ വരലേ മറ്റേ എനിക്ക് എല്ലാ സന്തോഷങ്ങൾക്കും ഒരു കൺട്രോൾ ഉണ്ടാവും. ഒരു പരിധി കൂടുതൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റാറില്ല. അതൊരു പ്രശ്നം തന്നെയായിട്ടാണ് ഞാൻ പറയണത്. ഒരു പരിധി കൂടുതൽ നമുക്ക് ആ ഹാപ്പിനെസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ല. പക്ഷെ ഇത് ഞാൻ ഈ പറഞ്ഞ തലകറങ്ങി വീഴുക എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത് എന്ത് പരിപാടിയാണ്, അതൊക്കെ പോസിബിൾ ആണോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ബട്ട് ലിറ്ററലി ഞാനിങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. കിട്ടി ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രേമലു ഹിറ്റായതോ അല്ലെങ്കിൽ ബാക്കി സംഭവങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു മൊമെന്റ് അന്ന് കിട്ടിയായിരുന്നു ആ ഹൈ. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രഗിൾസാ. ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്തെ പറഞ്ഞ അതില് തലേ ദിവസം ഭയങ്കര കോയിൻസിഡൻഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. തലേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ആക്സിഡന്റിന് എന്നെ സമാധാനിപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ അവൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു പ്ലാനൊക്കെ മാറി, അടുത്ത പ്ലാനുകളൊക്കെ പാളി. അപ്പൊ അവൻ പറഞ്ഞു അല്ല അങ്ങനെ വിചാരിക്കണ്ട, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ തന്നെ എന്റെ കൗണ്ടർ ഇതാണ്, തലേ ദിവസമാണ്. അപ്പൊ എന്റെ റിപ്ലൈ ഇതാണ്, എടാ ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും എന്നുള്ള വിശ്വാസമൊക്കെ ഞാൻ ലിറ്റിൽ മിസ് റാവുത്തറോടുകൂടി വിട്ടു. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ആ മിത്ത് പറയരുത്, ഹാർഡ് വർക്കിന് എല്ലാത്തിനും റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ എന്നെ ഇവ വിളിച്ചിട്ട് ആക്ച്വലി ഇവിടെ പറയാൻ പറ്റാത്തൊരു വാക്ക് വിളിച്ചോ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എഡിറ്റർ ആയിട്ടുള്ള ഒരു സിനിമ ജേണി ഉണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ പത്രോസ് വരുന്നുണ്ട്, 4 years വരുന്നുണ്ട്, ജയ് ഗണേഷ് വരുന്നുണ്ട്. ഈ സിനിമ രഞ്ജിശങ്കറിപ്പുള്ള മൾട്ടിപ്പിൾ അസോസിയേഷൻ സംഭവിക്കുന്നു, ഇപ്പൊ സർക്കിട്ട് വരാൻ പോകുന്നു. ശരിക്കും ഈ എഡിറ്റിങ്ങിൽ എന്താ കിക്കുള്ളത്? എഡിറ്റിങ് എനിക്ക് തോന്നുന്നു അറിയാവുന്ന പണിയായോണ്ടാന്ന് തോന്നുന്നു. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കംപ്ലീഷൻ ഫീൽ ഉണ്ട്. എനിക്ക് കൂടുതലും ഞാൻ ചെയ്യുന്ന പരിപാടികൾ കുറച്ച് ഒരു പെർഫെക്റ്റ് ആയാൽ കൊള്ളാം എന്നുള്ളൊരു OCD ഉള്ള ഒരാളാണ്. അപ്പോൾ ആ OCDനെ അത്യാവശ്യം മാച്ച് ചെയ്ത് പോകുന്ന പരിപാടി എഡിറ്റിംഗ്. അത് ഇത്രയും നാൾ ശീലിച്ചുകൊണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈ കിട്ടുന്നതും ഇതും ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സീൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ഒന്നും ഫീൽ ചെയ്യാത്ത ചിലപ്പോൾ, പക്ഷെ ഒരു സീൻ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാനിരുന്ന് വീണ്ടും വീണ്ടും കാണും. ഞാൻ ചിലപ്പോൾ ഡയറക്ടർക്ക് അയച്ചു കൊടുത്തായിരിക്കും, എന്നാലും ചുമ്മാ ഇരുന്ന് കാണും. ഒരു ട്രെയിലർ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു 25-30 വട്ടം കാണുമായിരുന്നു. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നാലും അത് എൻജോയ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പൊ എഡിറ്റിങ്ങിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേതിലൊക്കെ പേടിയാണ്, എഡിറ്റിങ്ങിലാണ് ഒരു ഹൈ ഉള്ളത്. ഈ എഡിറ്റിംഗ് ചെയ്യാൻ ശരിക്കും ഇങ്ങനെ തുടങ്ങുന്നത് ഇപ്പോൾ പലരും പറഞ്ഞു ഞാൻ വെഗാസ് പ്രോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്, അത് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സംഗീതന്റെ ഒരു എഡിറ്റിംഗ് ജേണി എവിടുന്ന? ഞാൻ പഠിച്ചത് അനിമേഷൻ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ചെറിയൊരു കോഴ്സായിട്ടായിരുന്നു, ഒരു
സബ്ജക്റ്റ് ആയിട്ടായിരുന്നു എഡിറ്റിംഗ് വന്നിരുന്നത്. അപ്പൊ അവിടെ ഒരു ട്രെയിലർ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇൻസീഡീസിന്റെ ട്രെയിലർ ഞാൻ ചെയ്തത്. ഫുൾ പടം എടുക്കുന്നു, നമ്മൾ തന്നെ ഒരു ട്രെയിലർ ഉണ്ടാക്കുന്നു മ്യൂസിക് ഒക്കെ വെച്ചിട്ട്. ഇത് ചെയ്തപ്പോൾ രസമുണ്ട്, പരിപാടി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ക്ലാസ്സിൽ ഒരു 6-7 പേർക്ക് ഞാൻ ട്രെയിലർ ചെയ്ത് കൊടുത്തായിരുന്നു പല പല സിനിമകളുടെ. അസൈൻമെന്റ്. അപ്പോ എല്ലാവർക്കും ഇപ്പൊ ഞാൻ ഒട്ടും വരക്കില്ല, പക്ഷെ അവിടെ വരക്കണം, അനിമേഷനാണ്. അപ്പൊ എന്റെ വരക്കുന്നത് ഒരു അഞ്ജു എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവളായിരുന്നു വരച്ചിരുന്നത്. അതുപോലെ ട്രെയിലർ ഓൾമോസ്റ്റ് ഒരു 6-7 പേരുടെ എഡിറ്റ് ചെയ്തിരുന്ന ഈ പഠിപ്പികൾ ഒഴിച്ചിട്ടുള്ള, എന്റെ വർക്ക് ഞാൻ തരില്ല എന്ന് പറയുന്നവർ ഒഴിച്ചിട്ടുള്ള എല്ലാവരുടെയും ട്രെയിലർ ഞാൻ എഡിറ്റ് ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നീഡിന് വേണ്ടിയിട്ടാണ് എഡിറ്റിംഗ് കഴിഞ്ഞത്. പ്രീമിയർ ആയിരുന്നു നമുക്ക് സബ്ജക്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എഡിറ്റ് ചെയ്ത് തന്നെ തുടങ്ങിയത്. കാരണം അനിമേഷനിൽ ഈ പറഞ്ഞ ഇത്രയും 3 വർഷം ഇത്രയും വലിയ കോഴ്സ് ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഉണ്ടായിരുന്ന സാലറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഫയറിന് പോലും ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് എനിക്കൊരു ഭയങ്കര ഹോം സിക്നെസ്സാണ് ഈ പറഞ്ഞ. അപ്പം അതുകൊണ്ട് 10 മണി വരെയൊക്കെ ആയിരിക്കും ജോലി. നമുക്ക് രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി 10 മണി വരെയൊക്കെ ആയിരിക്കും. 11 മണിക്ക് സൗത്തിൽ നിന്നൊരു ബസ് ഉണ്ട്. ഞാൻ ആ സൗത്തിൽ ബസ് കയറി വീട്ടിൽ 12 മണിക്ക് എത്തി. ഇങ്ങനെയൊക്കെയായിരുന്നു പോകുന്നത്. അപ്പോൾ ഒരു രീതിയിലും ഫിനാൻഷ്യലി നമുക്ക് ഫാമിലിയിൽ നിന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിലാണ് കല്യാണങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ കല്യാണം എഡിറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ പറഞ്ഞ എഡിറ്റിംഗ് പരിപാടി കൊള്ളാം. അപ്പൊ പെട്ടെന്ന് അനിമേഷൻ കമ്പനി പൂട്ടുകയും അവർക്ക് ചെന്നൈ പോകേണ്ടി വരികയും ചെയ്തു. അപ്പൊ എനിക്ക് ചെന്നൈ പോകാൻ പറ്റില്ല, എന്തായാലും നാട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് മാർഗമായിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് സിനിമയിൽ എഡിറ്റ് മതി. അപ്പൊ അച്ഛൻ സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ചെറിയ നെപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആരെങ്കിലും വഴി വന്ന് പറഞ്ഞിട്ട് അനൂപ് കണ്ണൻ എന്ന് പറഞ്ഞിട്ട്, അനൂപ് കണ്ണൻ അച്ഛന്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ അനൂപ് കണ്ണൻ വഴിയാണ് ഞാൻ ഷമീർക്ക് അടുത്ത് എത്തുന്നത്. അപ്പൊ അതിന്റെ ഇടയിലത്തെ ഗ്യാപ്പില് നമ്മൾ ഈ കല്യാണം പരിപാടികളും ഇതൊക്കെ ചെയ്ത് അങ്ങനെ തന്നെയാ പോയിട്ടുള്ളത്. പിന്നെ ഷമീർക്കടുത്ത് എത്തിയിട്ട് പിന്നെ അങ്ങോട്ട് സ്വാതന്ത്ര്യമായിരുന്നു ആയിത്തപ്പടം. ഷമീർക്ക് ഇപ്പോഴും പറയും, നിന്നെ ഒരു അനൂപ് പറഞ്ഞോണ്ട് 2 ആഴ്ചത്തേക്ക് നിർത്തിയിട്ട് വിടാനുള്ള പ്ലാനായിരുന്നു. അപ്പൊ അന്ന് തോമസ് അവിടെ നിൽക്കുന്നത്. അപ്പൊ തോമസ് കറക്റ്റ് ആയിട്ട് വേറൊരു പടത്തിന്റെ വർക്കായിട്ട് അവരുടെ ലൊക്കേഷനിലോട്ട് പോകേണ്ടി വന്നു. ഞാൻ മാത്രം കറക്റ്റായിട്ട് സ്വാതന്ത്ര്യന്റെ കയ്യിലേക്ക് വന്നു. അങ്ങനെ നിന്ന് ഞാൻ ഇതുപോലെ 9 പോയപ്പോഴാണ് ചമൻ വരുന്നത്. അങ്ങനെ ചമൻ അവിടെ വരുന്നത്. ഈ സ്കൂള് എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സ്പേസ് ഉണ്ടോ? ഉണ്ട്. ഞങ്ങള് കുറെ നാൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങള് താമസിച്ചിരുന്നു എടപ്പള്ളിയിൽ ഒരു വീടൊക്കെ എടുത്തിട്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച്, എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചായിരുന്നു. നമ്മള് പള്ളിയുടെ ഇപ്പുറത്തുള്ള ഒരു തട്ടുകടയിൽ രാത്രി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ 3 പേരും പോയിരുന്നത്. ഈ ലോങ് ജേണി എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലെ. അതിലേക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര രസകരമായ കാര്യമായിരുന്നു. സംഗീതത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു, മമ്മിത ഇട്ടൊരു പോസ്റ്റ്. അത് ഭയങ്കര ഈ പറയുന്ന ഒരു ഹാർട്ട് ഫെൽറ്റ് സ്നേഹം കൊടുക്കുന്ന പോലെ ഭയങ്കര ഡീപ്ലി ഇമോഷണൽ ആയിരുന്നു. ഭയങ്കര സിൻസിയർ ആയിരുന്നു പോസ്റ്റ്. മമ്മിത ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ എനിക്കൊന്ന് പ്രേമലോന്റെ ഒരു പ്രീ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. മമ്മിത് ആക്ച്വലി എന്റെ വെരി ക്ലോസ് ഫ്രണ്ടാ. അപ്പൊ അവള് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്റെ സിസ്റ്ററാ. അവള് എപ്പോഴും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവള് വീട്ടിൽ വന്നു. അതുവരെ വീട്ടിൽ വരലുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണും, എല്ലാവരും നിഷ്ഠിലാണെങ്കിലൊക്കെ ഞങ്ങളെല്ലാവരും കാണും. പക്ഷെ അവള് വീട്ടിൽ വരലുണ്ടായില്ല. കല്യാണത്തിന് പിറ്റേ ദിവസം അവള് വന്നു. എന്നിട്ട് ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷം എഴുതിയിട്ടതാണ്, അന്ന് വന്നിട്ട് പിന്നെ ഇറങ്ങി പോയിട്ടില്ല. അതുപോലെ അവള് ഫുൾ ടൈം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിലും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് സിമിലർ ആവുകയും അങ്ങനെ ഞങ്ങളുടെ ഒരു ജേണി ഉണ്ടായിരുന്നു. അപ്പോൾ അവള് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ യു ആർ മൈ ആർമൽ ഡേവിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഇതുപോലെ കഴിഞ്ഞ വർഷവും ഇട്ടിരുന്നു. അതൊരു സ്ഥിരം എല്ലാ വർഷവും ഇങ്ങനെ ഈ ആളുകളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ചിലയിടത്ത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അവിടെയും നമ്മളിടേണ്ട എഫേർട്ടുകൾ ഉണ്ടല്ലോ. പലർക്കും ഇപ്പം അതിലൊരു മടി ഉണ്ടാവാം. ഒരു ടൈം പ്രയോറിറ്റി. എൻ്റെ അടുത്ത് ഒരു ദിവസം ലിസ്റ്റിൻ ചേട്ടൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നെസ്ലിൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കണം. കാരണം ഞങ്ങള് എത്ര തിരക്കാണെങ്കിലും നമ്മൾ കാണാറുണ്ട്. മാത്യു അവൻ എല്ലാ സിനിമകളുടെ അപ്ഡേറ്റ്സ് ഒരിടയ്ക്ക് മാത്രം ഒന്ന് അവൻ്റെ തിരക്കുകൾ വന്നപ്പോൾ ഒന്ന് കുറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അല്ലാണ്ട് വരുന്ന അവൻ്റെ എല്ലാ സിനിമകളുടെയും അഭിപ്രായം പറയാനും എന്താ അവസ്ഥ എന്ന് ചോദിക്കാനും ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാനും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും, ചമൻ, തോമസ്, ഇവരൊക്കെ നമ്മളുടെ
നമ്മളെന്താ പറയാ, നമ്മള് നോർമൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകലാണല്ലോ ഏറ്റവും എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കാണലല്ല. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞാൻ നെസ്ലിന്റെ ഫ്ലാറ്റിൽ പോയി നിൽക്കാറുണ്ട്, മാത്യുവും ചമനും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നത്, അവിടെ പോയി നിൽക്കാറുണ്ട്, ഇവർ ഇങ്ങോട്ട് വരാറുണ്ട്. നമ്മൾ ഒരുമിച്ചാണ്. ഇപ്പൊ ടൂർ പോകുമ്പോൾ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനെ ആദ്യം വിളിക്കുന്നത്. അപ്പൊ ഞാനും നെസ്ലിനൊക്കെയാണ് എപ്പോഴും ടൂർ പോകുന്നത്. അപ്പൊ ഇത് ഭയങ്കര പേഴ്സണലാ. അപ്പോൾ കരിയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും ഞാൻ സിനിമയിലായോണ്ടല്ല ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. അത് പക്ഷെ പുറത്ത് നിൽക്കുന്നവർ കാണുമ്പോൾ നോക്കുമ്പോ നെസ്ലിൽ ഒരുമിച്ചാണല്ലോ പോയത്. പക്ഷെ അതല്ല, ഞങ്ങൾ പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജേണി പോകാൻ പറ്റുന്നതും ഭയങ്കര ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നതും. ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പൊ ഏറ്റവും ചുറ്റിലുള്ളവര് ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് നോക്കി കഴിഞ്ഞാൽ ഇവരാ. നമ്മുടെ സ്കൂളിങ്ങിലും കോളേജസിലൊക്കെ ഉള്ളതിനേക്കാൾ നമ്മളോട് റൂട്ടഡ് ആയിട്ട് നമ്മളിലേക്ക് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഇവരാണ്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ അവര്. എനിക്ക് സിനിമ അല്ല അവര്, അവരുടെ കൂടെ ഉള്ള മൊമെന്റ്സും കാര്യങ്ങളും സിനിമയേ അല്ല. ഈ പ്രേമനെ പറ്റി പറയുമ്പോഴേ, പ്രേമൻ ഉണ്ടാക്കുന്ന വലിയൊരു മാസീവ് സക്സസ് ഇന്നും സംസാരിച്ചോണ്ട് 1-ാം വർഷം കഴിയുമ്പോഴും സംസാരത്തിലുണ്ട്. എനിക്കൊന്ന് പ്രേമനിലെ എനിക്ക് ഭയങ്കര രസമായി തോന്നിയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഇതിന്റെ ഈ തെലുങ്കു റിലീസിന് ശേഷം ഈ രാജമൗലിയൊക്കെ ആയിട്ടുള്ള സ്റ്റേജ് ഷെയറിംഗ് എന്നുള്ളത്. അത് നമുക്കും ഭയങ്കര പ്രേമല് പോലൊരു സിനിമ കൊണ്ട് ലിറ്ററലി പാൻ ഇന്ത്യൻ അപ്പീലില് റീച്ചിൽ വന്നവര്, ബാഹുബലി പോലെ ഒരു സിനിമയുടെ മേക്കർ ടീം, അവരുടെ മുന്നിൽ പോയി നിങ്ങൾ സംസാരിക്കുന്നു. അവിടെ നിങ്ങൾ കിട്ടുന്ന ഈ പറയുന്ന ഒരു സ്പേസ്, സ്റ്റേജ് ഷെയറിങ്, അവിടെ ഭയങ്കരമായി സംസാരിക്കണം, ഇത്രയും വലിയ ഓഡിയൻസ്, ക്രൗഡ്, ആ മൊമെന്റ് ശരിക്കും എങ്ങനെയാ? ഞങ്ങൾ ആക്ച്വലി ഗിരീഷേട്ടനും ഞാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഗിരീഷേട്ടൻ്റെ അടുത്ത് വിഷമം പറയുമായിരുന്നു. സാധാരണ നമ്മളൊരു സക്സസ് സിനിമ, പ്രത്യേകിച്ച് വലിയൊരു സക്സസ് സിനിമ കാണുമ്പോൾ നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ നമ്മളെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ പോസ്റ്റുകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇന്ന സിനിമ കണ്ടു, ഇന്നതാണ് എന്ന് പറയും. പ്രേമലൂരിൽ അത് ഭയങ്കര കുറവായിട്ട് എനിക്ക് നമ്മളിത് ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് പല സ്ഥലത്തു നിന്ന് കാണാതെ വന്നിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഗിരീഷേട്ടനോട് ഇങ്ങനെ പറയുമായിരുന്നു, ഗിരീഷേട്ടൻ നമ്മുടെ പടം ഇടുന്നില്ലല്ലോ, പടം ഇപ്പുറത്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ എന്നെ ഇപ്പോൾ ഫാസിൽ സാറ് വിളിച്ചു, സത്യൻ സാറ് വിളിച്ചു, ദിലീപേട്ടൻ വിളിച്ചു, പേര് പറഞ്ഞ ആരൊക്കെ വിട്ടു, ജയസൂര്യ ജയേട്ടൻ വിളിച്ചു, അങ്ങനെ കുറേ പേര് വിളിച്ചു. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം സർപ്രൈസ് പാക്കേജ് പോലെ, അതായത് ഒട്ടും ഫിറ്റ് അല്ലാത്തൊരു സ്ഥലത്ത്, രാജഭവലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇത് എത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ അതെന്ത് കോമ്പിനേഷൻ, അങ്ങനെയായിരുന്നു ഞാനൊക്കെ. എൻ്റെ അടുത്ത് ശ്യാമേട്ടൻ പറഞ്ഞ, ശ്യാമേട്ടൻ എൻ്റെ അടുത്ത് പറയണ, രാജ്മോഹൻ ഇങ്ങനെ എടുക്കാൻ സെറ്റ് ആവുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെയാണ് ഇവരൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി, ഞങ്ങളെല്ലാവരും മറ്റേ ബാഹുബലിയുടെ ഇല്ലുസ്ട്രേഷൻ ചെയ്തത്. അപ്പൊ അത് കണ്ട് അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടുള്ള വലിപ്പവും പരിപാടികളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടും പേടിച്ചിട്ടും ഒക്കെയാണ് സക്സസ് സെലിബ്രേഷന് പോകുന്നത്. പക്ഷെ അവര് ഇവിടെ ഉള്ള നമ്മളുടെ കോവർക്കേഴ്സും നമ്മുടെ കൊളീഗ്സും ഒക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും റെസ്പെക്റ്റിലും സ്നേഹത്തിലും ഒക്കെയാണ് അവര് നമ്മളെ നോക്കുന്നത്. രാജമൗലി സാറൊക്കെ നമ്മുടെ കൂടെ നിൽക്കുക സ്റ്റേജിൽ, നമ്മളെ പറ്റിയിട്ട് ഇന്ന് സംസാരിക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഒരു മൊമെന്റോ കൈമാറി ഇവരിറങ്ങിപ്പോവും എന്നുള്ളത് വിചാരിക്കുന്നിടത്ത് നിന്ന് നമ്മളെ പറ്റിയിട്ട് നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള് സംസാരിക്കുക എന്ന് പറയുന്നതിന്റെ ഹൈ ആയിരുന്നു. പുള്ളി നമ്മുടെ സിനിമ കണ്ടു എന്ന് പറയുന്നതിനായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ഹൈ. എന്നെ കണ്ടല്ലോ, ഞാൻ പെർഫോം ചെയ്യുന്ന കണ്ടല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഹൈ. ബട്ട് നമ്മളെ പറ്റിയിട്ട് പറയുമ്പോൾ ഹൈ ഭയങ്കര വലുതായിരുന്നു. ഈ പറയുന്ന പോലെ ഇപ്പോൾ രാജമൗലി പറയുന്നിടത്തുള്ള ഓഡിയൻസ് അടക്കം നിങ്ങളെ കണ്ടിരിക്കുന്ന ഇത്രയും വലിയ ക്രൗഡ്, അന്യനാട്ടിലെ അന്യഭാഷ സംസാരിക്കുന്നവരെ, അവിടെ പ്രേമലൂർ ഉണ്ടാവുന്ന റീച്ച്, ഈ പറയുന്ന സപ്പോർട്ട്, എല്ലാ അഡ്വാൻറ്റേജ് ആണല്ലോ പിന്നെ വരുന്ന കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് ഉള്ള അഡ്വാൻറ്റേജസ് ആണ്. അവിടെ നിന്ന് പ്രേമലു 2 വരുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഈ ദിലീഷയുടെ കൈവശം പറഞ്ഞു, പ്രേമലുവിൻ്റെ സ്കെയിൽ വലിപ്പമായിരിക്കും പ്രേമലു 2-ൻ്റെ, പക്ഷേ പ്രേമലുവിൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്, അവരാണ് ഈ സിനിമയുടെയും ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രേമലു 2 വരുമ്പോൾ അമൽ ഡേവിസിന്റെ എക്സ്പെക്ടേഷൻ ശരിക്കും എന്താ? അത് എനിക്ക് ആക്ച്വലി ഞാൻ വീട്ടിൽ പോകുന്ന പോലെ മറ്റേ എനിക്ക് അങ്ങോട്ടേക്ക് ഞാൻ വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, ഞാൻ വലുതായിട്ട് ടെൻഷൻ അടിക്കണ്ട. കാരണം ഭയങ്കര കംഫർട്ട് സ്പേസിലോട്ടുള്ള തിരിച്ചു പോക്ക. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഗിരീഷേട്ടൻ നോക്കിക്കോളും, ഗിരീഷേട്ടൻ അറിയാം ഇത് മതി എന്നുള്ള സാധനം കറക്റ്റായിട്ട് അറിയാം. അപ്പോ ഞങ്ങളെല്ലാവരും തമാശക്ക് പറയും, നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ അടുത്ത പടം എന്താന്നുള്ള ടെൻഷനിൽ നമ്മൾ എപ്പോഴും പറയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പ്രേമലു 2 ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അത് 2 കാര്യമുണ്ട്. ഒന്ന്, ആ സിനിമ ഇനിയും എത്തുക
ആളുകളിലേക്ക് എത്തുക, അമൽ ഡേവിസ് വീണ്ടും വരിക, റീനു, സച്ചിൻ, ആദി ഇവരുടെയൊക്കെ തിരിച്ചു വരവുകള്, അതിനേക്കാൾ ഞങ്ങളെല്ലാവരുടെയും ഒരു ടൈം വീണ്ടും തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓഫ് ദ ക്യാമറ ഇപ്പൊ ഒരു മാനേജിങ് ആ. ഇപ്പൊ അവൻ ഫ്രീ ആവുമ്പോ അവന്റെ അടുത്തേക്ക് അവൾ ഫ്രീ ആവും, അങ്ങനെ ഇപ്പൊ ശ്യാമാണെങ്കിൽ അങ്ങനെ എല്ലാരും മിക്സ് ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു ഗ്യാതറിങ് അല്ല നടക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കും. പിന്നെ ഗിരീഷ് ഏട്ടൻ, കിരൺ ഇവരുടെയൊക്കെ വൈബ് ഭയങ്കര അടിപൊളി. അജ്മൽ, DOP അജ്മല്, ഞങ്ങളുടെ ഒരു അസോസിയേറ്റ് ഒക്കെ ഉണ്ട്, സനത്ത്, ഷിബിൻ ചേട്ടൻ, ഇവരൊക്കെ നമ്മുടെ അവിടുത്തെ ക്രൂവെ ഈ തമാശകളെ ഹെൽപ്പ് ചെയ്യുന്ന ക്രൂവാ. നമുക്ക് തമാശ പറയാൻ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും. ഈ ഗിരീഷയുടെ മേക്കറോട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു, ഈ തണ്ണീർമത്തം മുതലുള്ള ജേർണി ഉണ്ടല്ലോ ഒരുമിച്ചുള്ളത്, അത് ഈ ഒരു കോവർക്കിംഗ് സ്പേസിൽ നിങ്ങളെങ്ങനെ കംഫർട്ടബിൾ ആവുന്നു, നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ക്രിയേറ്റർ, മേക്കർ, ലൊക്കേഷനുള്ളത് അവിടെ ആ ജേർണിയുടെ പല സ്റ്റേജിൽ കാണുന്നുണ്ട്. ഈ കരിയറിലെ ഏറ്റവും വലിയ സക്സസ് അല്ലെങ്കിൽ ലൈഫ് ടേണിങ് സിനിമ തന്നെ പുള്ളിയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഗിരീഷയുടെ ആസ് എ മേക്കർ എങ്ങനെയാ, ഒരു എഡിറ്റേഴ്സ് പെർസ്പെക്റ്റീവ്, ആക്ടേഴ്സ് പെർസ്പെക്റ്റീവ്? ഗിരീഷ് ഏട്ടൻ ആക്ച്വലി എഡിറ്റിംഗിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഫസ്റ്റ് പാടാണ് സ്പോട്ട് എഡിറ്റിംഗ്. അപ്പോൾ ഗിരീഷ് ഏട്ടൻ നമ്മുടെ ടെക്നിക്കൽ നോളജ് ഒന്നും അല്ല നോക്കുന്നത്. ഗിരീഷ് ഏട്ടൻ നമ്മളായിട്ടുള്ള വൈബ് സെറ്റ് ആവുന്നതാണ് എഡിറ്റിൽ നിൽക്കുമ്പോൾ പോലും നമ്മളായിട്ട് നോക്കിയിരുന്നത്. അപ്പോൾ ഗിരീഷ് ഏട്ടനും ഡിനോ ചേട്ടനും ആയിരുന്നു എൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ സമാധാന സ്പേസ്. ഞാൻ, ഗിരീഷ് ഏട്ടൻ, ഡിനോ ചേട്ടൻ, ഞങ്ങൾ മൂന്നുപേരും കൂടി കൂടിയിട്ട് ഉണ്ടാക്കുന്ന തമാശകളും പരിപാടികളും അവിടെ കുറേ ഉണ്ടായിരുന്നു. ഗിരീഷ് ഏട്ടൻ ഭയങ്കരമായിട്ട് നമ്മളെന്തെങ്കിലും ചെറുതായിട്ട് പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് ചിരിക്കും. ആ തമാശകളുടെ ഒരു ഓട്ടമായിരുന്നു തണ്ണീർമത്തൻ. തണ്ണീർമത്തനിലെത്തി തണ്ണീർമത്തനിൽ നിന്ന് ശരണ്യയിലെത്തിയപ്പോഴാണ് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നതും. കസിനായിട്ടുണ്ട്. അതല്ലാതെ ഗിരീഷേട്ടനൊക്കെ ചെയ്തിട്ടുള്ള വശീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന് പോസ്റ്റർ അപ്പൊ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോ പോലും എന്നെ ലീഡാക്കാമെന്ന് ചിന്തിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഷോർട്ട് ഫിലിമാണ് എങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളെ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ്. പെർഫോമൻസിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ ഗിരീഷേട്ടനെ ഓൾറെഡി നമ്മളെല്ലാരും പുറത്തുനിന്ന് റെസ്പെക്ട് ചെയ്യുന്ന ഗിരീഷേട്ടന്റെ പടത്തില് പാർട്ടാവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ എഡിറ്റിംഗില് പാർട്ടാവാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഗിരീഷേട്ടന്റെ പടത്തില് തണ്ണീർമത്തം കഴിഞ്ഞതിന് ശേഷമൊക്കെ. പക്ഷെ അത് മാറി ഗിരീഷേട്ടന്റെ പടത്തിൽ പാർട്ടാവുക എന്ന് പറയുന്ന ഹൈയിലായിരുന്നു അഭിനയിക്കാൻ പോകുന്നത് തന്നെ. അഭിനയത്തിലേക്ക് എത്തിയപ്പോ പിന്നെ നമ്മുടെ എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ, നമ്മുടെ അച്ഛനും അമ്മേനും പോലെ കിരണും ഗിരീഷേട്ടൻ പേര് മാറ്റിക്കളഞ്ഞല്ലോ, പേരാക്കി. അച്ഛനും അമ്മയും പോലും ഇപ്പൊ പല സമയത്തും അമൽ ഡേവിസ് ഇതൊക്കെ വിളിച്ചളയും. ഈ അമൽ ഡേവിസ് ഐഡന്റിറ്റി പലരും പറയാറുണ്ട്. ചില സിനിമകൾ കഴിയുന്നു, അതിന്റെ ഹാങ് ഓവർ കഴിയുന്നു, നമ്മളെങ്ങനെ ക്യാരക്ടറിൽ നിന്ന് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ശ്രമിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അമൽ ഡേവിസ് ആണ് ഈ പ്രായഭേദമന്യേ എല്ലാവർക്കും അമൽ ഡേവിസ് ആണ്. അത് ശരിക്കും ഇങ്ങനെ ഇപ്പോഴതിൽ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഇപ്പോഴും കിട്ടുന്നുണ്ട്. കാരണം ഞാൻ റൊമാൻസിന്റെ ഇതിൽ പോയപ്പോഴും ആൾക്കാർ അവിടെ നിന്ന് അമൽ ഡേവിസെ ഹരിഹരസുതം പൊളിച്ചു, അതെനിക്ക് ഭയങ്കര രസമുള്ളൊരു ഇതായിട്ട് തോന്നി. അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അമൽ ഡേവിസിന് ശരിക്കും പേരും ക്യാരക്ടറുടെ പേര് ഹരിഹരസുതനുമാണ് എന്ന് പറഞ്ഞു. അപ്പോ ആ ക്യാരക്ടർ നമ്മൾക്ക് തരുന്ന ഹാപ്പിനെസ് ഭയങ്കര വലുതാണ്. കാരണം തൊട്ടപ്പുറത്തൊരു LP സ്കൂളുണ്ട്. ഡെയിലി രാവിലെ ഞാൻ അമൽ ഡേവിസ് അല്ലെങ്കിൽ പ്രേമലു വിളി ഒരു ഓട്ടോയില് ഒരു 20 പിള്ളേര് 10 പിള്ളേരോളം പോയിട്ട് ആ വിളി കേട്ടിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും, ഞാൻ മുറ്റത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അമൽ ഡേവിസേ ഒരുമിച്ചുള്ള വിളി കേട്ടിട്ടാണ് ഇപ്പോഴും ഈ 1 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രേമലു ഈ ടോണിൽ അതുകൾ വിളിക്കുന്നത് ഈ ഹൈ നമ്മൾ എവിടെ ചെന്നാലും ഉണ്ട്. നമ്മള് കുട്ടികൾക്കൊക്കെ ഇതെങ്ങനെ കണക്ട് ആവുന്ന പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു 2.5 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള പിള്ളേര് അമൽ ഡേവിസ് എന്നിങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ പറയുന്ന മൊമെന്റുകളൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്നതിൽ ഹൃദയപൂർവ്വം ഭയങ്കര ഒരു പേഴ്സണൽ മൊമെന്റുകൾ തന്ന സിനിമയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ അത്രയധികം ഈ പഴംപൊരി കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നിടത്ത് ലാലേട്ടൻ പഴംപൊരി എടുത്ത് തരുന്നതും ഈ ഹൃദയപൂർവ്വം ശരിക്കും എന്താണ് അതിൽ സംഗീതയുടെ ക്യാരക്ടർ? അതാ സത്യം പറഞ്ഞ പഴംപൊരി അനൂപേണ്ടവരുടെ അനൂപ് സത്യന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാനിങ്ങനെ എല്ലാരും റൊമാൻസിന്റെ ഓളത്തിലായിരുന്നു. റൊമാൻസ് ഇറങ്ങി എന്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് എല്ലാവരും റൊമാൻസ് എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ഓളത്തിലായിരുന്നു. പോവാൻ നേരത്താണ്
ഇവര് ഓർഡർ ചെയ്ത കേക്ക് വന്നില്ല. നേരെ അനുപേട്ടൻ എന്നാ പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞ ഫോട്ടോ എടുത്തു. ലാലേട്ടൻ ഇങ്ങനെ പോകാൻ പോയപ്പോ അനുപേട്ടൻ ഇല്ലില്ല അങ്ങനെ പോകല്ലേ, അത് ഞാൻ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവിടെയൊക്കെ പോയി ഒരു പഴംപൊരി ആയിട്ട് വന്നു. എന്നിട്ട് ഇതൊന്ന് കൊടുത്തേ. അപ്പൊ ലാൽ സാർ മോനെ എന്തിനാ അത് വേണോ? അപ്പൊ അനുപേട്ടൻ എല്ലാം കൊടുക്ക് പറഞ്ഞിട്ട് അത് തന്നു. സത്യൻ സാർ തന്നു. അപ്പൊ അത് ആ സ്ഥലം ഞാൻ ഇതിനു മുമ്പ് ശീലിക്കാത്തൊരു സ്ഥലം. നമ്മളിതിനു മുമ്പ് വളരെ നമ്മൾക്ക് എന്താണോ ഉള്ളിൽ തോന്നുന്നത് അത് ചെയ്തു പോകുന്നിടത്തു നിന്ന് കുറച്ചും കൂടി ക്ലാരിറ്റിയിലും പ്രിസൈസ്ഡ് ആയിട്ടും അവരുടെ ഒരു ഫ്രെയിമിങ്ങിലും പെർഫോം ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടർ മേക്കിംഗ് സ്റ്റൈലാണ്. കാരണം ഇവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എഫേർട്ട് കുറവാ. നമ്മളൊരു സീൻ മൊത്തം 10 പ്രാവശ്യം അഭിനയിക്കണ്ട, ആ ഡയലോഗിന് വേണ്ടിയിട്ട് അഭിനയിച്ചാൽ മതി. അപ്പൊ ആ ടെക്നിക്കൽ പാറ്റേണിലുള്ള വർക്കിംഗ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര പുതിയതാണ്. ഞാൻ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സെറ്റായി വരണുള്ളൂ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഞാൻ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ടേക്ക് ഒക്കെ തെറ്റി കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ആദ്യം മുതൽ പൊറോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ വേറൊരു പാറ്റേൺ. പക്ഷെ ഞാൻ അതിനേക്കാളും ചെയ്യണത് ലാലേട്ടന്റെ സത്യൻ സാറിന്റെ ഒക്കെ സിദ്ദിഖ് സാറുണ്ട്, സിദ്ദിഖ്. അപ്പൊ ഇവരുടെ അല്ലാത്ത സമയങ്ങളുണ്ട്. ലാലേട്ടൻ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഷോട്ടിന് മുമ്പാണ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഫുൾ ടൈം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മള് 2 വയസ്സ് 3 വയസ്സ് തുടങ്ങി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആള് നമ്മുടെ തോളത്തിട്ട് നമ്മളോട് ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു ഡേ മൊത്തം സംസാരിക്കുക. ജസ്റ്റ് ഒരു പ്രാവശ്യം കാണാൻ പോയി സംസാരിക്കുന്നില്ല, ഒരു ഡേ. കഴിഞ്ഞ എൻ്റെ ഒരാഴ്ചയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ അടുത്താണ്. അപ്പോ അത് തരുന്നൊരു ഹൈ ഉണ്ട്. ഓ ഇത് ഭയങ്കര രസമുണ്ടല്ലോ എന്നുള്ളത്. അപ്പോ പിന്നെ ഇതല്ലാതെ ക്യാരവനിലിരിക്കുമ്പോ എല്ലാ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ സമയത്തും സത്യൻ സാറിന്റെയും സിദ്ദിഖയുടെ ഒക്കെ കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഇന്റർവ്യൂസിലും ഇതിലൊക്കെ കേട്ടിട്ടുള്ള കഥകളുടെ എക്സ്റ്റൻഷനാണ്. ആ അരമണിക്കൂർ നമ്മൾ ചിരിച്ച് എൻജോയ് ചെയ്ത് അതിനു വേണ്ടി ഞാൻ പറഞ്ഞ എനിക്ക് വേറെ ഒന്നും വേണ്ട, അതിനു വേണ്ടിയിട്ട് ആ പടം ചെയ്യാം എന്നുള്ളതാണ്. സിനിമയിലെ ക്യാരക്ടർ ജെറി എന്നാണ് ക്യാരക്ടറുടെ പേര്. ബാക്കി ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ലാലേട്ടന്റെ കൂടെ തന്നെ ലാലേട്ടന്റെ ഒരു അമൽ ഡേവിസ് ലാലേട്ടൻ സച്ചിനും സംഗീത അമലും ഈ പറഞ്ഞ പോലെ കരിയറോട് മുന്നോട്ട് നോക്കുമ്പോൾ കുറെ സിനിമകൾ കാര്യങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, എഡിറ്ററാണ് ആക്ടറുമാണ്, അതിനു മുന്നേ ഫിലിം മേക്കിങ്ങിനോട് ഒരു പാഷൻ ഉണ്ട്. ഈ ഫിലിം മേക്കിംഗ് എന്നത് അതിനി കരിയറിലെ ഒരു നെക്സ്റ്റ് ലെവൽ അച്ചീവ് ചെയ്യാൻ മാറ്റിവെച്ചേക്കുന്ന ഒരു ആഗ്രഹമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കരമായിട്ടുള്ളതാണ്. എൻ്റെതായിട്ടുള്ള ഒരു ക്രിയേഷൻ ഉണ്ടാക്കണം. ഒരു സിനിമ ആളുകൾക്ക് സംഭവം ഒന്നല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉള്ള ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് അതിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. അപ്പൊ അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ അഭിനയൊന്നും ഒതുങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ബോറടിച്ചു തുടങ്ങുമ്പോഴോ എന്തായാലും അത് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും കരിയറിനും വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും. താങ്ക് യു സോ മച്ച്.